പ്രശാന്ത് സാർ, ഇന്ത്യ പാകിസ്ഥാനെ ഇന്ന് പുലർച്ചെ ആക്രമിച്ചു. പക്ഷേ അതിൽ അമേരിക്കയ്ക്ക് ഒരു നീരസമുണ്ട്. അമേരിക്കയുടെ നീരസമാണ് നമ്മൾ ഇന്ന് ചർച്ചാ വിഷയമാക്കുന്നത്. മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ എടുത്ത ഒരു നിലപാടാണ് അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ആ നിലപാട് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് പ്രശാന്ത് സാർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഒരു പക്ഷേ അമേരിക്കയെ ചൊടിപ്പിച്ച ഈ ഒരു കാര്യം ഇന്ത്യക്ക് ഏതെങ്കിലും രീതിയിൽ മോശമായി വരുമോ എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ത്യക്ക് തീർക്കാൻ കഴിയുന്ന പലതും അമേരിക്കയുടേതായിട്ടുള്ള അതൊരു ഉപകരണമാണെങ്കിലും അതൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദ്ധതി ആണെങ്കിൽ പോലും ഉണ്ട് എന്നുള്ളത് ലോക രാജ്യങ്ങൾക്ക് കൂടി വ്യക്തമാവുകയല്ലേ. അതെ അതെ, ഇപ്പൊ അമേരിക്കക്ക് ഇത് കഴിഞ്ഞപ്പോ വീണ്ടും ഒരടി കിട്ടിയിട്ടുണ്ട്. ഈ നമ്മൾ പറയുമ്പം ഈ തൃശ്ശൂർ പൂരത്തിന് ആന എഴുന്നള്ളിക്കുമ്പോ ഓരോ ആനയുടെയും കഴുത്തേൽ ഇങ്ങനെ കെട്ടിയിട്ടില്ലേ, ഓരോ ആനയുടെയും പേരെന്ന് പറയുന്ന കണക്ക് ഈ നമ്മൾ ഇന്നലെ ആലിപ്പുഴ അടിച്ചിരുന്ന പോലെ ഈ പാകിസ്ഥാന്റെ യുദ്ധവിമാനമൊക്കെ അടിച്ചിട്ടത്. കാരണം പോകുന്നതെല്ലാം അവിടെ ഇവിടെ ഇല്ല, കാക്കയത്ത് കിടക്കുന്ന പോലെ കിടക്കുവേ. ആൾക്കാരൊക്കെ വന്ന് നോക്കും, ഇതെന്ത് കിടക്കുന്ന യുദ്ധവിമാനം, അത് ആരുടെയാ? പാകിസ്ഥാന്റെ. അപ്പൊ നമ്മൾ യുദ്ധവിമാനം യാഥാർത്ഥ്യത്തോടു കൂടി ഇങ്ങനെ അടിച്ചിടുകയും പാകിസ്ഥാനിൽ കയറി അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവന്മാർ ഈ പാകിസ്ഥാനി ജനതയെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ 5 യുദ്ധവിമാനം തറയിലിട്ടു, നമ്മുടെ പോസ്റ്റുകളെല്ലാം അടിച്ചു നിരപ്പാക്കി, പട്ടാളം അതിർത്തി കിടന്ന് അകത്ത് കയറി, എന്നിട്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി വെള്ളത്തുണി എടുത്ത് വീശി, ജഗതി ഒരു സിനിമയ്ക്കകത്ത് വെള്ളത്തുണി എടുത്ത് വീശുന്ന വീശി എന്നൊക്കെ പറഞ്ഞ് ട്വിറ്ററിലും ഒക്കെ അവിടുത്തെ ഈ പറയുന്ന പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ പറയുക, ട്വീറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ ട്വീറ്റുകൾ തിരുത്തുക. അതുപോലെ അവന്മാരുടെ വണ്ടിയും അല്ലെങ്കിൽ അവന്മാർക്കെതിരെ നടക്കുന്ന സ്ഫോടനവും ബലൂചിസ്ഥാനിലെ സ്ഫോടനവും ഒക്കെ ഇന്ത്യക്കകത്ത് നടന്നതാണെന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കുക. ഇതൊക്കെ മാധ്യമങ്ങൾ പൊളിക്കുക, നമ്മൾ പൊളിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് ഈ യുദ്ധവിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചൈന പാകിസ്ഥാൻ നിർമ്മിത യുദ്ധവിമാനമുണ്ട്, JF-17. ഇന്നലെ തകർന്നു വീണ ഒരു യുദ്ധവിമാനത്തിൽ പ്രധാനപ്പെട്ടതാണ്. JF-17 എന്ന് പറഞ്ഞാൽ ചൈനയും പാകിസ്ഥാനും കൂടെ നിർമ്മിച്ചെടുത്തതാ. ഇത് നൈജീരിയക്കാരനായിട്ട് മേടിച്ചിട്ട് വേറെ ഏതൊണ്ട രാജ്യം മേടിച്ചിട്ട് ഇതെല്ലാം കട്ടപ്പുറത്തിരിക്കുക. ഇവര് പരസ്പരം അറിയാലോ. ചൈന പണ്ടേ നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്നാ പറഞ്ഞത്. ലോകത്ത് ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ വരെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്നവന്മാരാണ്, അറിയാം, തരം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അതാണ് അതിന്റെ ഒരു അവസ്ഥ. അപ്പൊ അത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചത് പോന്നിടം മറ്റും തറയിൽ വീഴാൻ മാത്രവുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഓരോരുത്തന്മാരെ നമ്മൾ ഈ ഓരോരുത്തർക്ക് ഓരോ ഗ്രേഡ് കൊടുക്കും. ചൈന ഈ വിമാനം ഉപയോഗിക്കുന്നില്ല, ഇത് പാകിസ്ഥാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി കൊണ്ടുപോയ രാജ്യങ്ങൾക്ക് ഇതിന്റെ ഗുണവധികാരം കൊണ്ട് അതായത് ഷെഡിലും വെച്ചേക്കുക. അപ്പൊ ഇതും കൊണ്ടാ ഇന്നലെ ഈ പറയുന്ന നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ ഏതാണ്ട് ഒരു ചെറിയ തോക്കെടുത്ത് വെച്ച്, എനിക്ക് തോന്നുന്നു അതിർത്തി നിന്ന് പിള്ളേരാരുണ്ട് തോന്നിരുന്നത് വെടിവെച്ച് തറയക്കണം. പട്ടാളക്കാർ പോലും അല്ല വെടിവെച്ച് തറയക്കണം. പിന്നെ മാത്രമല്ല, വേറെ നമ്മളെ ഇപ്പൊ ട്രംപ് വരുന്നതിന് മുമ്പ് ഈ ബൈഡനും മറ്റേ ഒത്തിരി കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇന്ത്യയെ അടിക്കുന്നതിന് വേണ്ടി എപ്പോഴും നമ്മൾ, ചൈനയാണ് ഇപ്പം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നെങ്കിലും അമേരിക്ക ഉൾപ്പെടെ ഉള്ളവർ, ട്രംപ് വരുമ്പോഴാണ് നമുക്ക് 2 പ്രാവശ്യം ഒരു ആശ്വാസം വന്നിട്ടുള്ളത്. അമേരിക്ക പാകിസ്ഥാനെ ഈ ഭീകരരാജ്യമൊന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ സഹായിക്കാതെ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള, നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഇപ്പൊ ഏറ്റവും അടുത്ത കാലത്തുള്ള പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4 കൊല്ലം ട്രംപ് നമ്മുടെ കൂടെ നിന്നപ്പോൾ പാകിസ്ഥാനെതിരായിരുന്നു. ഇപ്പൊ വന്നപ്പോഴും പാകിസ്ഥാനെതിരായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അതിനു മുമ്പുള്ളവന്മാരുടെ പണി എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് കാശ് കൊടുക്കുക, എന്നിട്ട് നമുക്കെതിരെ ഒരു ത്രെട്ട് ഉണ്ടാക്കുക. അപ്പൊ അന്ന് കൊടുത്തതാ ഈ F-16 എന്ന് പറഞ്ഞ വിമാനമുണ്ട്, വലിയ വിമാനം. എന്നിട്ട് പറഞ്ഞു F-16 കൊടുത്തിട്ട്, ഇത് കേട്ടോണം, ഫൈറ്റർ ജെറ്റ്. ഈ ഫൈറ്റർ ജെറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ടെററിസ്റ്റ് അറ്റാക്കിന് മാത്രം ഉപയോഗിക്കാൻ. ടെററിസ്റ്റ് അറ്റാക്കിന് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഏത് ടെററിസ്റ്റ് അറ്റാക്കിനാ? അതിനകത്ത് അവന്മാർ അതിനെ മുട്ട വെച്ച് വിരിച്ചിളക്കി വിടുന്നത്. അപ്പൊ അതിനെതിരെ അല്ലേ ഉപയോഗിക്കണ്ടേ? അപ്പൊ അതിനല്ല, ഈ ഒരു കാരണം പറഞ്ഞിട്ട് ഈ ഒരു സാധനം അവർക്ക് കൊടുക്കുക. വേണ്ടി വന്നാൽ നമുക്കൊക്കെ എതിരെ അവരുടെ ഒരു ഒന്നുമില്ലല്ലോ. എന്നിട്ട് അത് മനസ്സിലാക്കേണ്ടെന്ന് പറയും, F-16 കൊടുത്തു. അഭിനന്ദ വർത്തമാനം, നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് നേരത്തെ നടത്തിയില്ലേ, അന്ന് ഈ F-16 അടിച്ച് നമ്മൾ കളഞ്ഞു. നമുക്കെതിരെ വന്നു. നമ്മൾ അവിടുന്ന് അവിടെ കയറി അതിർത്തി കയറി ഒരു 100 കിലോമീറ്റർ ദൂരെ കയറി അടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ പുറകെ വന്നു, നമ്മളിത് അടിച്ച് വെളിയിൽ കളഞ്ഞു. നമ്മുടെ അന്നൊരു ഫൈറ്റർ പോയായിരുന്നു. ഫൈറ്റർ പോയപ്പോ അതിനകത്ത് നിന്നല്ലോ അദ്ദേഹം പൈലറ്റ് ചാടി പൈലറ്റിനെ പിടിച്ചു വെച്ചിട്ട് പിന്നെ അവസാനം നമ്മുടെ കൈ കൊണ്ട് തന്നത്. അപ്പൊ അന്നൊരു F-16 തറയിൽ വീണു. F-16 തറയിൽ വീഴുക എന്ന് പറഞ്ഞാൽ ആരുടെയാ? അമേരിക്കയുടെ ഫൈറ്റർ വിമാനം, അമേരിക്ക യുദ്ധവിമാനം നിസ്സാരമായിട്ട് വെടിവെച്ചിടുക എന്ന് പറഞ്ഞാൽ, അത് അവർ പറയുന്നത് പറഞ്ഞാൽ ഇത് വെടിവെച്ചിടാൻ പറ്റത്തില്ല, വെടിയുണ്ട കാണുമ്പോൾ ഇത് തലകുത്തി മറിയും എന്നൊക്കെ പറഞ്ഞാൽ വിൽക്കുന്നത്. ആ സാധനം വെടിവെച്ചെടുത്ത് ഊരക്കളയുന്നത്, കാക്കയെ വെടിവെച്ച് കളയുന്ന പോലെ ഊരക്കളയുന്നത്. അന്നേ പറഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്, ഞങ്ങൾ പറയാതെ ഇനി ഉപയോഗിക്കരുത്. അതായത് ഈ ഭീകരവാദത്തിന് ടെററിസ്റ്റ് അറ്റാക്കിന് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞത് ഉമാനെ കൊടുത്ത. അപ്പൊ ഇപ്പോഴും ഈ യുദ്ധം തുടങ്ങുന്നതിനും അല്ലെങ്കിൽ പലവട്ടം പറഞ്ഞു ഇതെടുത്ത് വെച്ച് ഉപയോഗിക്കുക. കാരണം അവർക്കറിയാം ഇതെടുത്ത് വെച്ച് പാകിസ്ഥാൻ ഉപയോഗിക്കാൻ പോകുന്ന ആരോടാ?
പാകിസ്ഥാൻ യുദ്ധം ചെയ്യാൻ ആദ്യം നിൽക്കുന്ന ഇന്ത്യയുടെ മുമ്പിലെങ്ങാനും കണ്ടാൽ ഇന്ത്യക്ക് വെടിവെച്ചിടാൻ പറ്റുമെന്ന് അവർക്ക് അറിയാമല്ലോ. ഇന്നലെ ഇതും പൊക്കി പിടിച്ചോണ്ട് വന്ന് ഇന്നലെ വീണ്ടും വെടിവെച്ച് തറക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും വലിയൊരു നാണക്കേടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അതിർത്തി അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞങ്ങൾ പറയാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഉപയോഗിച്ചു. ഇത് ടെററിസ്റ്റ് അറ്റാക്കിന് മാത്രം ഉപയോഗിക്കണമെന്നും പറഞ്ഞുകൊണ്ടല്ലേ തന്നെ. മാത്രമല്ല, ഈ യുദ്ധവിമാനം കൊടുത്തതിന് ശേഷം അയ്യോ അവിടെ ആ സ്നേഹം നോക്കിക്കോണം. നമ്മളൊരു വണ്ടി മേടിച്ചപ്പോ നീതിന്റെ വീട്ടില് കാറുണ്ടെങ്കിൽ കാറ് മേടിച്ചു കഴിഞ്ഞാൽ ഈ തൂത്ത് ഉടയ്ക്കുന്ന ആരാ? കമ്പനിക്കാർ വന്നല്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ കഴുകുക, തൂത്ത് ഉടയ്ക്കുക, നമുക്ക് ആവശ്യമുണ്ടത്. ഇവന്മാർക്ക് $400 മില്യൺ കൊടുത്തത് ഈ പറയുന്ന F-16 വിമാനം പെയിന്റ് അടിച്ച് നന്നാക്കി തൂത്ത് ഉടച്ചൊക്കെ ഇടുന്നതിന്. കാരണം ഇത് അവരുടെ ഒരു കുറപ്പേനും ഇല്ലെന്നറിയാം. അപ്പൊ ഇത് തയ്യാറാക്കി ഇട്ടേക്കണം. ആരുടെ ആവശ്യമാണ്? പാകിസ്ഥാനെക്കാട്ടി വലിയ ആവശ്യം അമേരിക്കക്കായിരുന്നു. ആ പൈസ എടുത്താണ് ഇവൻ പഹൽഗാമിൽ ഇപ്പം ആക്രമണം നടത്തിയെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട്. കാരണം ആ പൈസ ഏത് പൈസ വന്നാലും ഇവന്മാര് കുറച്ച് അവന്മാർ അതിനും ഇതിനും വേണ്ടിയൊക്കെ കൊടുക്കും. എന്നിട്ട് ബാക്കിയുള്ള ഭീകരന്മാരെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. ബാക്കി പൈസ എന്ന് പറഞ്ഞാൽ ഇവന്മാര് വീതം വെച്ചെടുക്കുക. പാക് പട്ടാളക്കാർ. പാക് പട്ടാളത്തിനകത്ത് ഭയങ്കര അഴിമതി. എന്നിട്ട് ഇവന്മാർ ലണ്ടനിലും ഉഗാണ്ടയിലും മറ്റിടത്തും അവൻ ഇഷ്ടമുള്ളിടത്തല്ല, ആസ്ട്രേലിയയിലും മറ്റിടത്തും മറിച്ചിടത്തും എല്ലാം വീട് വെച്ചിട്ട് ഇവന്റെ പിള്ളേരെ പെണ്ണുപിള്ളെ എല്ലാവരും കൊണ്ടിട്ടേക്കും. കാരണം എന്നാലും ഈ രാജ്യം കച്ചടയാവും, അല്ലെങ്കിൽ കച്ചടയാന്നറിയാം, ഇവിടെ താമസിക്കാൻ കൊള്ളത്തില്ലെന്നറിയാം. ഇതിനകത്ത് പ്രശ്നം വരുമ്പോൾ നാട് ഇപ്പൊ തന്നെ മുനീർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇന്നുവരെ മുനീറിന്റെ ഒരു വിവരവും ഇല്ല. അടിക്കുമെന്ന് പറയാം. ആരായി പറയുന്നത് അറിയത്തില്ല. ഖമേനിയുടെ അവസ്ഥയാ. ഖമേനിയുടെ സൗണ്ടേ ഉള്ളു ഇപ്പൊ. പണ്ട് ഈ നമ്മുടെ ഇറാൻ അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ശരീരമില്ല, സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഖമേനി പറയുന്നു. ഖമേനി എന്ത് ഇല്ല, സൗണ്ട് മാത്രം. എന്നൊരു അശരീരി പോലെ ഇപ്പൊ മുനീറും ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഇന്നലത്തെ യുദ്ധത്തോടു കൂടി വീണ്ടും ഈ പാകിസ്ഥാനും അടികിട്ടി, അടി മേടിച്ചു, കിട്ടിയത് ചൈനയ്ക്ക്, അമേരിക്കയ്ക്ക് എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ആലിപ്പഴം വീഴുന്നത് പോലാണ് ഫൈറ്റർ ജെറ്റുകൾ ഈ പാകിസ്ഥാന്റെ ഇന്ത്യ അടിച്ച് തറയിൽ കളഞ്ഞത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവരെ നമ്മുടെ ഈ കഥകളെല്ലാം കൂടെ തിരിച്ച് ഇവിടെ ഇന്ത്യ നടത്തിയ കാര്യങ്ങളെല്ലാം കൂടെ ഒരു തിരക്കഥയും ഷോർട്ട് ഫിലിമും ഒക്കെ ആക്കി തിരിച്ച് പാകിസ്ഥാൻ ജനതയെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വേറെ നിവർത്തിയില്ല. അവർക്കൊന്നും ചെയ്യാനുള്ള സംവിധാനം. പിന്നെ ജനം കൂടെ നിൽക്കുന്നതിനും ജനം കയറി അടിക്കാതിരിക്കുന്നതിനും വേണ്ടി ഇതൊക്കെ നമ്മൾ ചെയ്തതെല്ലാം പറയത്തില്ലേ. ഈ ചില ആൾക്കാർ കവലയിൽ പോയി അടി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ എന്ന് പറയത്തില്ല, ഞാൻ അവനെ അടിച്ച് അവൻ രണ്ടം കയറി, ഇവൻ രണ്ടം കയറ്റി അവൻ വിട്ടത്. വീട്ടിൽ വന്നിട്ട് പറയുന്ന ഇപ്പം ചൈന അയ്യോ ഈ പാകിസ്ഥാൻകാര് അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു. അപ്പം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിലപ്പം ഒരു യുദ്ധം ഒരു അടി അടിച്ചേ മതിയാവത്തുള്ളൂ എന്നുള്ള രീതി വന്നാൽ പാകിസ്ഥാന് പിടിച്ചേക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പം നമ്മുടെ ഭരണാധികാരികൾ മാത്രമേ ആഗ്രഹിക്കുന്നുള്ള അടി നടത്തണ്ട. കാരണം നമുക്കാണല്ലോ ഇത് പൈസ കൊടുക്കണ്ടേ. ഇപ്പൊ മോള് സ്കൂളിൽ പോകുന്നെങ്കിൽ തന്തയ്ക്കില്ലേ കാശ് മുടക്കണ്ടേന്ന് പറഞ്ഞു. ടൂറിന് പോകുമ്പോഴേ തന്തയ്ക്കില്ലേ കാശ് മുടക്കണ്ടേന്ന് പറഞ്ഞത്. പട്ടാളക്കാരിങ്ങനെ ഇങ്ങനെ നിൽക്കുക ആവേശത്തിൽ. കാരണം അവർക്ക് രസം അവനെ അടിക്കുന്നേ. കാരണം പ്രത്യേകിച്ച് പാകിസ്ഥാനാണല്ലോ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ശത്രുതാ മനോഭാവം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ജന്മശത്രു എന്ന് പറയത്തില്ലേ, പൂച്ച എലി എന്ന് പറഞ്ഞാൽ ജന്മശത്രു. അല്ലാതെ അന്നേരം ഉണ്ടാക്കിയ ഒരു വഴക്കുണ്ടായിട്ട് ഉണ്ടാകുന്ന ശത്രുവല്ല. ഉണ്ടാവുന്നതിന് മുമ്പേ ഒരു ശത്രുക്കളാണ് ജന്മശത്രു എന്ന് പറഞ്ഞുള്ള നമ്മുടെ ഒരു ശത്രുവാണ് പാകിസ്ഥാൻ. അപ്പൊ പട്ടാളക്കാരിങ്ങനെ നിൽക്കുക, എങ്ങനെയും ഒരു അവസരം തന്നെ ഇവനെ ഒന്ന് കൈകാര്യം ചെയ്യാനെന്നുള്ള രീതി നിൽക്കുക. അപ്പൊ അതിനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കോംപ്രമൈസും വേണ്ട, ഞങ്ങൾ കൈകാര്യം ചെയ്തേക്കാന്ന് പറഞ്ഞാൽ പട്ടാളം നിൽക്കുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവര് ചോദിച്ച് മേടിക്കട്ടെ. ചോദിച്ചാൽ എല്ലാം മേടിക്കുന്നത്. ഇതിപ്പം വിശാലമായിട്ടില്ല, പണ്ട് കുചേലന് കൃഷ്ണൻ കൊടുത്ത പോലെ ആവശ്യത്തിന് കിട്ടും. അനുഗ്രഹിച്ചിട്ടേക്കുവാ. ആദ്യത്തെ കൊടുപ്പ് തന്നെ വൃത്തിയായിട്ടാ കൊടുത്തേക്കുന്നത്. ആശുപത്രിയൊക്കെ നിറഞ്ഞു കവിയുക. ഉമാര് അലറി ഓടുക കേട്ടോ. ഉമാര് നേരത്തെ പല ടോക്കുകളും ഞാൻ പറഞ്ഞിട്ടില്ലേ, ന്യായവടിയൊക്കെ ഉള്ളു. പണി തുടങ്ങിക്കഴിഞ്ഞാല്, വെടിയുണ്ട കണ്ടു കഴിഞ്ഞാല്, തോക്ക് അവരുടെ കയ്യിലിരിക്കുന്ന കണ്ടാൽ കുഴപ്പമില്ല. വേറെ ആരെങ്കിലും തോക്ക് കണ്ടാല് അന്നേരെ പിടിച്ചു പോലും പരിപാടിയും മറ്റേതും മറിച്ചതും ഒക്കെയാ. ആകപ്പാടെ വലിയ പ്രശ്നമുള്ള ആൾക്കാർ. കാരണം ഈ ഏറ്റവും വലിയ ഭീകരന്റെ 10 പേരെ ഇന്നലെ ചത്തേക്കുന്നു. അവന്റെ പേരെന്തോ മസ്തൂർ അൻസർ. അവനെ ഒരു വലിയ വലയ അസ്തർ 3 കിലോമീറ്റർ ചുറ്റളവിൽ വലയൊക്കെ വെച്ചിട്ട് അവനെ നിർത്തിയേക്കുവായിരുന്നു. ഇന്നലെ അവൻ ഈ 2015 തൊട്ട് അവിടെ ഒരു വലിയൊരു അവന്റെ ഒരു ഇതുണ്ട്, ഈ മഹറുണ്ട്. അതിന്റെ പേര് എന്തോ മർക്കസ് അവന്റെ ഒരു സംഭവമാണ്. അപ്പൊ അവിടാണ് ഇവന് കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നത്. അവളെ ഗർഭപാത്രം പോലെ സേഫാന്ന് വെച്ചിരുന്നത്. മർക്കസ് സുബാർ അള്ള എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനമുണ്ട്. ഈ ബഹാബിൻപൂറിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ്. ബഹാബിൻപൂറിൽ നമ്മൾ അടിച്ച അവിടെ 100 കിലോമീറ്റർ അകലെയായത്. അവിടെ അവന്റെ പെങ്ങള് മരിച്ചുപോയി, പെങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി,
കുടുംബത്തിലുള്ള ഏതാണ്ട് 10 പേരോളം മരിച്ചെന്ന് പറഞ്ഞ് ഇവന്റെ ഒരു വിവരവും ഇല്ല. ഇവൻ മരിച്ചോ ജീവിച്ചോ, മരിച്ചെങ്കിൽ തന്നെ പറയത്തില്ല കേട്ടോ, ചത്ത് കാണും. 10-78 വയസ്സുണ്ട്, ഇവന് പ്രശ്നം എന്നൊക്കെയാന്ന് പറഞ്ഞു. ചിലപ്പോ ഇല്ല മറ്റു നേരത്തെ ഇല്ല ഇറാനിൽ സംഭവിച്ച പോലെ ഒരു വലിയ ഭീകരനുണ്ട്, ലോകത്ത് മൊത്തം ഭീകരവാദ പ്രവർത്തനം പുള്ളിയാണ് നടക്കുന്നത്. പുള്ളി അന്ന് ഈ ബങ്കർ ബ്ലസ്റ്റർ മിസൈൽ വരുന്ന കണ്ടപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ അവന് ഹാർട്ട് അറ്റാക്ക് വന്നായി വെച്ചാൽ മിസൈൽ ദേഹത്തെങ്കിലും തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞുള്ള ധൈര്യമുള്ളൂ മാർക്കൊക്കെ. അപ്പം മരിച്ചു കാണുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഏതായാലും ഈ ഒരു അടിയോടുകൂടി പാകിസ്ഥാന് മാത്രമല്ല കിട്ടിയത്, ചൈനയ്ക്കും കിട്ടി, വിമാനം തറയി വീണെന്നുള്ള നാണക്കേട് അമേരിക്കയ്ക്കും കിട്ടി. അമേരിക്കയും ആപ്പാടെ പ്രതിസന്ധിയില. ഇനിയിപ്പോ നാളെ കാലത്ത് ഇനി എന്തൊക്കെ നടക്കും? വീണ്ടും ഫൈറ്റർ ജെറ്റുകൾ ഈ F-16 ആകപ്പാടെ കുറെ എണ്ണം ഇവരുടെ ഇരിപ്പുണ്ട്. അവന്മാർക്ക് വേറെ കാര്യമൊന്നുമില്ല, എന്തെങ്കിലും എടുത്ത് വെച്ച് പറപ്പിക്കണ്ടേ. വീണ്ടും യുദ്ധത്തിന് വരുവാണെങ്കിൽ ഇന്ത്യ അടിക്കാൻ ചെല്ലുമ്പോൾ വീണ്ടും ഇത് പറപ്പിക്കും. അമേരിക്കയുടെ യുദ്ധവിമാനം ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അടിക്കാതിരിക്കാൻ പറ്റും, അടിച്ച് തിരത്തുകളെ. ഇപ്പൊ ഈ രീതിയിലേക്കുള്ളാണ് കാര്യങ്ങൾ. ഇപ്പം ഗോഡ് ഫാദർ സിനിമ കാണുന്ന പോലുള്ള രസമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം. കാരണം മനസ്സിലായി, ഒരുത്തം മേടിക്കാൻ വേണ്ടി മാത്രം നിൽക്കുക, ഒരുത്തം കൊടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥ ഇതുവരെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് തുടർന്നുകൊണ്ട് പോയാൽ എങ്ങനെയൊക്കെ ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഈ എത്ര ആയാലും എത്ര വലിയ കരുത്തനാന്നേലും ഒരു 10 അടി അടിക്കുമ്പോൾ നമ്മൾ ഒരടിയെങ്കിലും തിരിച്ച് അടിക്കുമല്ലോ. ആ കൊണ്ടോ കൊണ്ടില്ലയോ നോന്തോ നോന്തില്ലയോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം, എന്നാലും ഒരു അടി കിട്ടുമല്ലോ. അപ്പം അങ്ങനെ കരുതിയാണ് ഇന്ത്യ നിൽക്കുന്നത്. എന്തായാലും പാകിസ്ഥാനിൽ ഏറ്റവും ശക്തിയുള്ള 2 ആയുധങ്ങളാണ് സൈന്യവും അവർ വിശ്വസിക്കുന്ന മതവും. പക്ഷേ ഈ സൈന്യത്തിന് കൃത്യമായി അവരുടെ കയ്യിലുള്ള അമേരിക്കയുടെ F-16 വിമാനം പോലും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ റാഫേൽ വിമാനം പോലെ ഒന്ന് എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന F-16 ഒരൊറ്റ വെടിക്കാണ് ഇന്ത്യ പൊട്ടിച്ച് തകർത്ത് താഴെയിട്ടത്. അതിന്റെ ദൃശ്യങ്ങളും അതിന്റെ കുറെ ഫോട്ടോകളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലാണ്. എന്തായാലും ഒരു രീതിയിലും ഇന്ത്യയോടൊപ്പം പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ ആവുന്നില്ല. ഒപ്പം അമേരിക്കയുടെ F-16 ഇങ്ങനെ ഇന്ത്യക്ക് തകർക്കാൻ പാകത്തിൽ മുന്നിൽ ഇട്ടുകൊടുത്തതിൽ അമേരിക്കയും നീരസം പ്രകടിപ്പിക്കുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.